നമസ്കാരം. ഭാരതത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഭക്തിയെക്കുറിച്ചാണ്. അപ്പം അതേപോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഗുരു യോഗി ശിവനാണ്. നമസ്തേ ഗുരുജി. നമസ്തേ ഗുരുജി, നമ്മുടെ സമൂഹം ഈ വഴിപാടുകൾ, പൂജകൾ ഇതൊക്കെയാണ് ഭക്തിയുടെ ഒരു ഇതായിട്ട് സങ്കല്പിച്ച് വെച്ചേക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുന്നതും പൂജ നടത്തുന്നതാണ് യഥാർത്ഥ ഭക്തി എന്നൊരു സങ്കല്പമുണ്ട് പൊതുവെ ആൾക്കാർക്കിടയിൽ. ഞാനാണ് യഥാർത്ഥ ഭക്തിയുടെ എൻ്റെ ഭക്തിയാണ് ഏറ്റവും പ്യുവറായിട്ടുള്ളതെന്നൊക്കെ. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പൂജകൾ വെച്ചിട്ട് ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും ഈ യഥാർത്ഥ ഭക്തി എന്താണ്? അൺകണ്ടീഷണലായിട്ട് അല്ലെങ്കിൽ ഉപാധികളില്ലാതെ സ്നേഹിക്കുന്നതോ സമർപ്പിക്കുന്നതോ ആണ് ഭക്തി. ഈ ഭഗവത്ഗീതയിൽ യഥാർത്ഥത്തിൽ അർജുനന് കൃഷ്ണനോടുള്ള ആ ഒരു ബന്ധം യഥാർത്ഥത്തിൽ എന്താണ്? അത് ഭക്തിയല്ല, ഭക്തിക്കപ്പുറം ഉള്ള ഒരു സമർപ്പിത ഭാവമാണ്. എന്നാൽ അക്രൂരൻ എന്നൊരാളുണ്ട്. അക്രൂരൻ കൃഷ്ണനുമായി എപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശിഷ്യത്വം ഭക്തിഭാവത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ അർജുനൻ സഖാവ് അല്ലെങ്കിൽ ഒരു സഖേ എന്ന് പല സ്ഥലത്തും വിളിക്കുന്നുണ്ട്. ഏകദേശം സമമാണെന്ന് തോന്നും, ഇല്ലേ? മീര, കൃഷ്ണൻ്റെ മീര, അതെന്താണ് യഥാർത്ഥത്തിൽ? ഭക്തിയാണോ സ്നേഹമാണോ? എന്താണ് അതിനകത്തുള്ളത്? വേർതിരിച്ചറിയാൻ പറ്റില്ല. അതായത് നമുക്ക് പ്രകൃതിയിലുള്ള നമുക്കറിയാത്ത ശക്തിയോടുണ്ടാകുന്ന ഒരു പരമമായ സമർപ്പണത്തിൽ ഊന്നിയ സ്നേഹത്തെയാണ് ഭക്തി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഭക്തിയുടെ പ്രകടഭാവം അത് ആണ് നമ്മളെ സംശയാലുവാക്കുന്നത്. ഇപ്പോൾ എനിക്ക് എൻ്റെ മൂർത്തിയോട്, എനിക്കൊരു ആരാധനാമൂർത്തിയുണ്ട്. ഈ മൂർത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ തന്നെ സൃഷ്ടിയാണ്. ആരുടെ? മനസ്സിൻ്റെ. എൻ്റെ മനസ്സിൻ്റെ ഒരു സൃഷ്ടിയാണ് എൻ്റെ മൂർത്തി. ആ മൂർത്തിയിൽ ഒരു രൂപത്തിൽ മനസ്സ് ഉറപ്പിച്ചുറപ്പിച്ച് ഒരു മന്ത്രത്തെയോ ഒരു ധ്യാന ശ്ലോകത്തെയോ ആവർത്തിച്ചാവർത്തിച്ച് ലക്ഷക്കണക്കിന് പ്രാവശ്യം ഉരുവിട്ട് എൻ്റെ മനഃശക്തിയെ അതിൽ ഏകാഗ്രമാക്കി അതിലെൻ്റെ മനസ്സ് ആരോപിക്കപ്പെടുകയാണ്. ആ ആരോപണം സന്നിവേശമായി മാറുമ്പോൾ ഞാൻ അതായി മാറുന്നു. അപ്പോൾ ആ മൂർത്തി എന്ന് പറയുന്നത് എൻ്റെ തന്നെ മനസ്സിൻ്റെ സൃഷ്ടിയാണ്. പക്ഷേ ബാഹ്യമായ സൃഷ്ടിയിൽ നിന്ന് മാറി ആന്തരികമായ ഒരു സമന്വയം സംഭവിക്കുമ്പോൾ അവിടെ മൂർത്തിയും പൂജാരിയും സാധകനും ആ സാധന തത്വവും ഒന്നായങ്ങ് മാറുന്നു. അത് അവിടെ ഭക്തനും ഈശ്വരനും ഒന്നായി മാറുകയാണ്. അവിടെ കാണുന്നവനും കാണപ്പെടുന്നതും ഒന്നായി മാറുകയാണ്. ഇതിനെയാണ് ആ ദ്വൈതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അദ്വൈതത്തിലേക്ക്, അനന്തമായ ആ ഒരു അറിവിൻ്റെ ആസ്വാദനത്തിലേക്ക് പോകാനുള്ള വഴികളിൽ ഒന്നാണ് ഈ ഭക്തി എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിൻ്റെ ആ ഒരു ശക്തിയെ ഉപാധികളില്ലാതെ ഒരു രൂപത്തിൽ ഏകീകരിക്കുന്ന ഒരു പ്രക്രിയ, അവിടെ ഇത് ചർച്ചയ്ക്കും പ്രകടനത്തിനും കൊണ്ടുവരുമ്പോഴാണ് ഈ ചോദ്യത്തിൻ്റെ പ്രശ്നം വരുന്നത്. ഇത് ആന്തരികമായി നടക്കേണ്ട ഒരു പരിണാമമാണ്. അത് ബാഹ്യമായി നടക്കേണ്ട ഒരു പ്രകടനമല്ല. ഈ പ്രകടനത്തിൽ എപ്പോഴും ബാഹ്യശക്തികളുടെ ഇൻ്റർവെൻഷൻ ഉണ്ടാകും. അത് സംശയങ്ങൾക്കും തർക്കങ്ങൾക്കും കാരണമാകുകയും ചെയ്യും. അവിടെയാണ് ഈ ചോദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഭഗവാൻ ഒരു ഭക്തി തുടങ്ങുന്നത് ഒരു ഈശ്വര ഭാവത്തോടായിരിക്കും. ആ ഭഗവാന് ഉപാധികൾ വച്ച് നമ്മളതിനെ നേരിടുമ്പോഴോ അല്ലെങ്കിൽ നേടാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ ഇത്തരം സംശയങ്ങൾ വരുന്നത്. ഇവിടെ ബാഹ്യ പ്രകടനങ്ങൾക്ക് ഭക്തിയുടെ മുന്നിൽ ഒരു സ്ഥാനവുമില്ല. അങ്ങനെ ഒരു സ്ഥാനം വരുന്നെങ്കിൽ അത് പ്രകടനപരമായ ഭക്തിയാണ്, തർക്കവിഷയമാണ്. അതിൽ യഥാർത്ഥ സാധകന്മാർക്ക് ഒരു റോളുമില്ല. പിന്നെ ചിലർക്ക് ഈ ഭക്തി പ്രകടിപ്പിക്കുമ്പോൾ അവർക്ക് തന്നെ തോന്നും എനിക്കെന്തോ കിട്ടുന്നുണ്ടെന്ന്. ശരിയാണ്, അഭിമാനത്തോടെ പറയുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനം മുടക്കില്ല, എന്ത് വന്നാലും ഞാൻ ഇത്രാം തീയതി പോയിരിക്കും. ശരിയാണ്, ഇവൻ ഗുരുവായൂർ പോയെന്ന് വെച്ച് കേൾക്കുന്നവൻ എന്ത് ഗുണം? പക്ഷേ അങ്ങനെ പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വരികയാണ്. മറ്റൊരാളിനെ ബോധിപ്പിക്കാൻ വേണ്ടിയെങ്കിലും, മറ്റൊരാളുടെ മുന്നിൽ എൻ്റെ മഹത്വം കാണിപ്പിക്കാൻ വേണ്ടിയെങ്കിലും ഇവനിത് ചെയ്യുമ്പോൾ അവൻ അത് ആവർത്തിച്ച് വിശ്വസിക്കുകയാണ്. ഞാൻ ഗുരുവായൂരിൽ പോകും, ദൃഢചിത്തനാകുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ ഒരു ബാഹ്യ ഉപാധിയിലൂടെ അവൻ ദൃഢചിത്തത സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആർജിക്കുമ്പോൾ അവൻ്റെ മനസ്സിനൊരു ബലം വരും. അങ്ങനെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു ബലം കൊണ്ട് അവൻ്റെ പ്രവൃത്തിയിൽ ചില ഗുണങ്ങൾ കാണിക്കും. അപ്പോൾ അവൻ ധരിക്കുന്നത് എന്താണ്? ഞാൻ എൻ്റെ മൂർത്തി അല്ലെങ്കിൽ ഗുരുവായൂരപ്പനാണ് എന്നെ സഹായിച്ചത് എന്ന് അവൻ വിശ്വസിക്കും. അപ്പോൾ ഇവിടെ മനസ്സിൻ്റെ ഈ തലങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ ഗാഢമാണ്, നിഗൂഢമാണ്. അപ്പോൾ ബാഹ്യപ്രകടനങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തലം വരെ ഉണ്ട്. എന്നാൽ ഈ ഭക്തന്മാർ തന്നെ തലയിൽ കൈയും വെച്ച് നിലവിളിക്കുന്ന പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈശ്വരൻ സർവശക്തനാണ്, സർവം സഹനാണ്, സർവപ്രസാദകനാണെങ്കിൽ ഈ ഭക്തൻ ഒരിക്കലും ദുഃഖം വരരുതല്ലോ. അപ്പോൾ സുഖവും ദുഃഖവും സമ്മിശ്രമാണ്, അത് ജീവിതത്തിലുള്ളതാണ്. പിന്നെ അവിടെ ദൈവത്തിന് എന്താ പ്രസക്തി? അപ്പോൾ പ്രശ്നങ്ങളെ നേരിടുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബലത്തിന് മനസ്സിനെ ഏത് ഉപാധി സ്വീകരിക്കാമോ ഏതുമാകാം. അങ്ങനെ സ്വീകരിക്കുന്ന ഉപാധികളിൽ ഒന്ന് മാത്രമാണ് ഈ ഭക്തി. പക്ഷേ അത് പ്രകടനപരമാകുമ്പോൾ അത് തർക്കങ്ങൾക്ക്, സംശയങ്ങൾക്ക് വഴിവെക്കും. അത് ആന്തരികമായി നടക്കേണ്ട ഒരു പരിണാമ സംവിധാനമാണ്. അപ്പോൾ ഈ ഗുരുജി പറഞ്ഞു വരുന്നത്, ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിലിരിക്കുന്ന മൂർത്തിയുടെ ശക്തി കൊണ്ടല്ല ഈ ഒരു വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നത്, ശരിക്കും ഒരു മാനിഫെസ്റ്റേഷൻ ആണോ അപ്പോൾ അവിടെ നടക്കുന്നത്? സംശയമൊന്നും ഇരിക്കുന്നത്, ഈ ക്ഷേത്രങ്ങളിലിരിക്കുന്ന മൂർത്തിക്ക് അത്രയും വലിയ ശക്തി ഉണ്ടെങ്കിൽ ക്ഷേത്രങ്ങളിൽ നിന്നും ഈ കവർച്ച നടക്കാൻ പാടില്ലല്ലോ. കള്ളന്മാരൊന്ന് ദൈവത്തിൻ്റെ മുതലല്ലേ അടിച്ചുകൊണ്ട് പോകണത്, എന്നിട്ട് ഈ ദൈവം എന്തേ അതൊന്നും തടഞ്ഞു നിർത്താത്തത്? അത്രയും വലിയ ശക്തി ഉണ്ടെങ്കിൽ എന്തിനിപ്പോൾ പറയും, നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ സ്വർണം വരെ നമ്മൾ ആശാന്മാർ കൊണ്ടുപോയെന്നല്ലേ പറഞ്ഞു കേൾക്കുന്നത്. എത്രയെത്ര ക്ഷേത്ര കവർച്ചകൾ, എത്രയെത്ര ആക്രമണങ്ങൾ. ഒരു സമയത്ത് ഭാരതം എന്ന് പറയുന്നത് ഭക്തിയുടെ ഒരു വലിയ കേന്ദ്രമല്ലായിരുന്നു, ക്ഷേത്ര സ്വത്തുക്കളുടെയൊക്കെ ഒരു വലിയ ശേഖരമായിരുന്നു. മുഹമ്മദ് ഗസ്നി, ഘോറി മുതലായിട്ടുള്ള ആശാന്മാർ എത്ര പ്രാവശ്യമാണ് സോമനാഥ ക്ഷേത്രമൊക്കെ കൊള്ളയടിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് ഹിന്ദു രാജാക്കന്മാർ തന്നെ അയൽ രാജ്യത്തെ ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇതൊന്നും ഈ പറയുന്ന രീതിയിലുള്ള യുക്തിഭദ്രമായ കാര്യങ്ങളല്ല സത്യത്തിൽ ഇതിൻ്റെ അകത്തുള്ളത്. ശരിയാണ്, ക്ഷേത്രങ്ങളിൽ ചൈതന്യമുണ്ട്. അതിന് രണ്ട് തരം ചൈതന്യങ്ങളാണ്. ഒന്ന് ജിയോഗ്രഫിക്കലി വൈബ്രൻ്റായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഭൂമിക്കൊരു ഗുണമുണ്ട്, ഒരു തരംഗമുണ്ട്. അത് കണക്കാക്കിയിട്ട് അവിടെ ക്ഷേത്രങ്ങൾ ഗുരുക്കന്മാർ നിർമ്മിച്ചിരുന്നു. അവിടെ പോകുമ്പോൾ തന്നെ ആൾക്കാർക്കൊരു ഫീല്, ഒരു ഏകാഗ്രമായ മനസ്സിലേക്ക് വരാനുള്ള വഴി ആ തരംഗങ്ങൾക്ക്, അവിടെ നിലനിൽക്കുന്ന തരംഗങ്ങൾക്ക് പിന്നെ ഈ സ്വാധീനമുണ്ട് ഈ വ്യക്തികളിൽ. അതുപോലെ തന്നെ ചില ജീവസമാധികളുണ്ട്. ഗുരുക്കന്മാർ അവരുടെ തന്നെ ഊർജം ഒരു ബിംബത്തിൽ സന്നിവേശിപ്പിച്ചിട്ട് ആ ബിംബത്തെ അവിടെ വച്ചിട്ട് പിന്നെ നിത്യ പൂജയിലൂടെ ആ ചൈതന്യത്തെ നിലനിർത്തുന്ന ക്ഷേത്രങ്ങളും ഉണ്ട്. അതാണ് പ്രാണപ്രതിഷ്ഠ എന്ന് പറയുന്നത്. പ്രാണപ്രതിഷ്ഠ അത് ഈ ബാഹ്യമായിട്ടുള്ള പ്രകടനത്തിനൊന്നും ഒരു ബന്ധവും അതിനകത്തില്ല. ഞാൻ പല ക്ഷേത്രങ്ങളിലും പോയിട്ടുണ്ട്. അതിൽ മൂർത്തി സാമീപ്യം പ്രകടമായി അനുഭവപ്പെടുന്നതും ആന്തരികമായി അനുഭവപ്പെടുന്നതും ഉണ്ട്. പക്ഷേ ആ തലത്തിലേക്ക് നമ്മുടെ മനസ്സാണ് മാറേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് തീ ഇരിക്കുന്നു. നിങ്ങളവിടെ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ വെടിമരുന്നാണ് ഇരിക്കുന്നതെങ്കിൽ തീയുമായിട്ടൊരു ചേർച്ച ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? അത് കത്തും അല്ലേ? നിങ്ങളുടെ കയ്യിൽ ഒരു നനഞ്ഞ തുണിയാണ് ഇരിക്കുന്നതെങ്കിലോ ഒന്നും സംഭവിക്കില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പാത്രം വെള്ളം അതിനകത്ത് വീഴുകയാണെങ്കിൽ, തീയിൽ വീഴുകയാണെങ്കിലോ അത് അണയാം. ഇതുപോലെയാണ് ഈ ക്ഷേത്രങ്ങളിലെ വിഗ്രഹശക്തി. അപ്പോൾ അതിൽ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു അന്വേഷണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അറിവിന് വേണ്ടിയുള്ള വാഞ്ചയുടെയും വൈബ്രേഷനോട് നിങ്ങളവിടെ ചെന്നാൽ ആ ചൈതന്യത്തിൽ, അങ്ങനെ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന ചൈതന്യം നിങ്ങളുടെ ഉള്ളിലുള്ള അറിവിൻ്റെ ആ ഒരു ആസക്തിയെ പ്രോജ്വലിപ്പിക്കും. എന്നാൽ നിങ്ങൾ നിർഗുണമായിട്ട് ഇവിടെ എന്തോ ഉണ്ട് അല്ലെങ്കിൽ അവിടെ എന്തോ ഉണ്ട് അതിൽ കാണാമെന്ന് പറഞ്ഞ് അതിൽ മനസ്സ് വെച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ഫീൽ ചെയ്യില്ല. ഇനി അതല്ല, ആ ക്ഷേത്രത്തിലുള്ള ചൈതന്യത്തേക്കാൾ കൂടുതൽ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ അത്രയും ആ ഒരു വിരുദ്ധ ശക്തിയാൽ അത് ആക്രമിക്കപ്പെടുമ്പോൾ ആ ചൈതന്യം നശിച്ചും പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിൻ്റെ വിവിധ തലങ്ങളെ പ്രതിനിധീകരിക്കുന്ന കാര്യങ്ങളും അത് എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നതെന്നുള്ളത് നമ്മുടെ തന്നെ ആന്തരിക വ്യായാമം
ശരീരത്തെ നിങ്ങൾ എങ്ങനെയാണ് ബാഹ്യ വ്യായാമങ്ങളിലൂടെ പരുവപ്പെടുത്തിയെടുക്കുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിനെ മനോവ്യായാമങ്ങളിലൂടെ നിങ്ങൾ പരുവപ്പെടുത്തിയെടുക്കണം. ശരീരത്തിന് വർക്കൗട്ടുകളൊക്കെ ഉണ്ടല്ലോ, ജിമ്മ്, മറ്റു കാര്യങ്ങൾ, ആഹാരം, മെഡിക്കൽ കെയർ, അങ്ങനെ പല സങ്കേതങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ ശരീരത്തെ പരുവപ്പെടുത്തിയെടുക്കുന്നത് പോലെ തന്നെയാണ് ഈ ആന്തരിക തരംഗങ്ങളെ ഉപയോഗിച്ച് മനസ്സിനെ നിങ്ങൾ പരുവപ്പെടുത്തിയെടുക്കേണ്ടത്. അങ്ങനെ ഒരു പൂർണ്ണതയിലേക്കുള്ള ബാഹ്യവും ആന്തരികവുമായിട്ടുള്ള മാറ്റത്തെയാണ് യഥാർത്ഥത്തിൽ ഈ ക്ഷേത്രങ്ങളും ക്ഷേത്ര ആചാരങ്ങളും ലക്ഷ്യമാക്കുന്നത്. അത് മനസ്സിലാക്കുന്നവർക്ക് അതിൻ്റെ ഗുണം, അതിനെ തെറ്റായി ധരിച്ചാൽ തെറ്റായ ഗുണം. ഇത് ഏത് വേണമെന്ന് അവനവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഗുരുജി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ നടത്തേണ്ട ആവശ്യമില്ലല്ലോ? വഴിപാടിന് 2 തലങ്ങളുണ്ട്. ഒരു ക്ഷേത്രത്തെ നിലനിർത്തണമെങ്കിൽ അതിനൊരു ചെലവില്ലേ? അതെ. അവർ കൃത്യമായിട്ടും അതിനെ ശുചിയായി നിലനിർത്തണം. പിന്നെ അതിൽ വേണ്ട പ്രസാദം, തീർത്ഥം, ദീപാരാധന, ധൂപാരാധന, മന്ത്രോച്ചാരണം, ഇത് 5 രീതിയിലാണല്ലോ പഞ്ചഭൂതങ്ങളെ അതിൽ കൊടുത്തുകൊണ്ട് ആ ഊർജ്ജത്തെ നിലനിർത്തേണ്ടത്. നാം കഴിക്കുന്ന ആഹാരം ആണ് മൂർത്തിയുടെ പ്രസാദം, നാം കുടിക്കുന്ന വെള്ളമാണ് അമ്പലത്തിലെ തീർത്ഥം, നാം ചെയ്യുന്ന വ്യായാമം, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചൂടാണ് അവിടെ ക്ഷേത്രത്തിൽ ചെയ്യുന്ന ദീപാരാധന, നമുക്ക് കിട്ടേണ്ട ശ്വാസമാണ് അവിടുത്തെ മൂർത്തിയുടെ ധൂപാരാധന, ഇല്ലേ? നമുക്ക് ഉറങ്ങുമ്പോൾ നമ്മുടെ ശരീരം, മനസ്സ് സ്വീകരിക്കുന്ന ആ ശബ്ദ ഊർജ്ജത്തെയാണ് മണി കൊണ്ടോ മന്ത്രോച്ചാരണം കൊണ്ടോ അവിടെ മൂർത്തിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ജീവസന്ധാരണത്തിന് 5 തരം ഊർജ്ജം എങ്ങനെയാണോ കൊടുക്കുന്നത്, അതുപോലെ തന്നെയാണ് അവിടെ ശേഖരിച്ചിരിക്കുന്ന, ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന, സന്നിവേശിച്ചിരിക്കുന്ന മൂർത്തിക്ക് കൊടുക്കേണ്ടത്. അതാണ് നിത്യാചാരം, നിത്യപൂജ. അത് ചെയ്യാനൊരാൾ വേണം, അതിനുള്ള സാഹചര്യങ്ങൾ വേണം, അതിനെ നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ടുള്ള പൈസ വേണ്ടേ? അപ്പോൾ അതിനാണ് വഴിപാട്. ഭക്തർക്ക് അവിടെ വന്ന് ഒരു സ്കൂള് പോലെയാണത്. ഒരു സ്കൂളിനെ നിലനിർത്തണമെങ്കിൽ പണം വേണ്ടേ? അപ്പോൾ നാം എന്ത് ചെയ്യും? സമൂഹം പൈസ അവിടെ കൊടുക്കും, അല്ലെങ്കിൽ കൊട്ടാരത്തുനിന്ന് അവിടെ പൈസ കൊടുക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കും. ഇതുപോലെ ആത്മീയ വിദ്യാകേന്ദ്രമാണ് ക്ഷേത്രം. അപ്പോൾ അവിടെയും ക്ഷേത്ര നിലനിൽപ്പിന് വേണ്ട സമ്പത്ത് വേണം. ആ സമ്പത്താണ് ഭക്തർ കൊടുക്കുന്ന വഴിപാട്. പക്ഷേ ഇപ്പോഴത്തെ വഴിപാടെന്താ? അഹങ്കാരവും അബദ്ധജടിലവുമായിട്ടുള്ള വഴിപാടാണ്. അതായത് ഞാൻ ഇത്ര അവിടെ കൊടുത്തു, ദൈവം, മൂർത്തി, ദൈവമേ ഞാനിത് തരുന്നു, ഈ ഭാഷയിലല്ല പറയുന്നതെന്നേ ഉള്ളൂ. സൗമ്യമായ ഒരു വ്യാപാരമാണ് അവിടെ നടക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് ആ ഒരു സർക്കാസ്റ്റിക് വേയിൽ, അച്ഛനെ ഞാൻ ഇത്ര തന്നു, നീ എനിക്ക് ഇത്ര തരണം. ഇതാണ് സൗമ്യമായി സാങ്കേതികമായി അവിടെ പറയുന്നത്. നാം അവിടെ ചെയ്യേണ്ടത് ലളിതമായ ഒരു ദക്ഷിണ അർപ്പണബോധത്തോടുകൂടിയും ഉത്തരവാദിത്വത്തോടും കൂടി കൊടുക്കണം. കാരണം അത് നിലനിന്ന് പോവേണ്ടത് സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു എന്നാൽ കഴിയുന്ന ഒരു മാന്യമായ ഒരു കോൺട്രിബ്യൂഷനാണ് ഞാൻ കൊടുക്കുന്ന വഴിപാട്. അല്ലാതെ മനുഷ്യ സൃഷ്ടമായ ഒരു കോയിനോ അല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ ദൈവത്തിനെന്തിനാ? അല്ല, ഇത് ഞാൻ ഇത്രയും കൊടുത്തത് കൊണ്ട് എനിക്ക് ദൈവം ഇത്രയും തരണം എന്ന് വിശ്വസിക്കുന്നവരുണ്ടാകും. അവനെ ചിലപ്പോൾ ആ വിശ്വാസം വിജയിപ്പിച്ചെന്നിരിക്കും. അത് ദൈവത്തിന് അതുമായിട്ടൊരു ബന്ധവുമില്ല. ദൈവം എന്ന് പറയുന്ന ഒരു പ്രതീകം മാത്രമാണ്. ആ പ്രതീകം പ്രതിപ്രവർത്തിക്കുന്നത് നമ്മുടെ തന്നെ ആന്തരികമായ ചൈതന്യത്തിലാണ്. ആ ചൈതന്യത്തെ അറിഞ്ഞുകൊണ്ട് ഈ വിദ്യാകേന്ദ്രങ്ങളെ, ആത്മീയ വിദ്യാകേന്ദ്രങ്ങളെ നിലനിർത്താനുള്ള വളരെ മാന്യമായ ഒരു സംഭാവനയാണ് യഥാർത്ഥത്തിലുള്ള വഴിപാട്. അതിനപ്പുറം ഒന്നും എൻ്റെ അറിവിലില്ല. യഥാർത്ഥ ഭക്തി എന്താണെന്ന് ഗുരുജിയുടെ വാക്കുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അറിവും അത്ഭുതവും തേടിയുള്ള യാത്ര തുടരും. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. നമസ്തേ. കാലം മറച്ചുപിടിച്ച ഭാരതീയ പൈതൃകത്തിന്റെ വിസ്മയങ്ങളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം. വരും തലമുറയ്ക്കായി നമ്മുടെ പൗരാണിക അറിവുകളുടെ ആഴം വെളിപ്പെടുത്തുകയാണ് ഭരതം എന്ന ഈ പരമ്പരയിലൂടെ. ഈ ശ്രമത്തിൽ പങ്കാളികളാകാൻ ഇന്റിമസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് ഞങ്ങളുടെ ഊർജം.